ഒരു വ്യക്തിയുടെ കൈവെള്ള നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആരായി തീരുമെന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഭാവിയിൽ സംഭവിക്കുമെന്നൊക്കെ മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കൈപ്പത്തിയിലുള്ള രേഖകളും വിരലുകളുടെ ആകൃതിയും പുരാതന കാലം മുതൽ മനുഷ്യരുടെ സ്വഭാവം, ജീവിതശൈലി, ഭാവി മുതലായവയൊക്കെ അറിയാൻ ഉപയോഗിച്ചു വരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വിരലുകളുടെ നീളം, അത് ഓരോരുത്തരുടെയും സ്വഭാവവും ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവൊക്കെ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ സൂചനകൾ നൽകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈവെള്ളയിലുണ്ട് നിങ്ങളുടെ ആരായി തീരും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കും എന്നൊക്കെ മുൻകൂട്ടി നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കൈവെള്ളം നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എല്ലാവരും അവരവരുടെ കൈകൾ നോക്കുക. നിങ്ങളുടെ വിരലുകളും ഇതൊക്കെ പറയുന്ന രീതിയിലാണോ, നിങ്ങളുടെ കൈ വെള്ളയുടെ ഫലം നോക്കിയിട്ട് നമുക്ക് നോക്കിക്കാണാം. അതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നന്ദന എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ഞാൻ 3 ടൈപ്സ് കൈകൾ കാണിക്കുന്നുണ്ട്. ഇതിൽ വിരലുകളുടെ ഘടന നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കൈ എന്ന് പറയുന്ന നടുവിരലിൽ ഏറ്റവും വലുതും ചൂണ്ടുവിരൽ രണ്ടാമത്, ആദ്യത്തെ വിരലിൽ കുറച്ചുകൂടി താഴ്ന്നു നിൽക്കുന്നതും, മൂന്നാമത്തെ വിരലിൽ നിന്ന് തന്നെ മോതിരയിടുന്ന വിരലാണ്. അത് നന്നായിട്ട് ഏറ്റവും ചെറുതായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു കൈകളുടെ ഘടനയാണ്. അപ്പോൾ നിങ്ങളുടെ കൈകൾ ഇങ്ങനെയുള്ള കൈപ്പത്തിയാണെന്ന് നോക്കാം. രണ്ടാമത്തെ കൈപ്പത്തി എന്ന് നോക്കുന്നത് രണ്ടാമത്തെ കൈയുടെ കൈപ്പത്തിയിലെ വിരലുകൾ നടുവിരൽ ഏറ്റവും വലുതും മോതിരവിരൽ അതിലും താഴ്ന്ന് ചൂണ്ടുവിരൽ അതിൻ്റെ താഴ്ന്ന്, അതായത് ചെറുതുമായിട്ടുള്ള കൈയാണ് രണ്ടാമത്തെ കൈയുടെ ഘടന. ഇനി അതുമല്ല നിങ്ങളുടെ കൈപ്പത്തി മൂന്നാമത്തെ നോക്കാം. നടുവിരൽ ഏറ്റവും വലുതും ബാക്കി 2 വിരലുകളും ചൂണ്ടുവിരലും മോതിരവിരലും ഒരേ അളവിൽ നിൽക്കുന്നതാണെന്ന് നോക്കാം. ഇതിൽ 3 കൈയിൽ ഏതാണ് നിങ്ങളുടെ കൈകളെന്ന് നോക്കാം കേട്ടോ. വീഡിയോയിൽ കാണുന്ന എല്ലാവരും നിങ്ങളുടെ കൈവെള്ളം ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ കൈപ്പത്തി എങ്ങനെയാണ്, നമ്മുടെ വിരലുകൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ഈ പറയാൻ പോകുന്നത് എത്രത്തോളം ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുവിധമൊക്കെ ശരിയാണ്. അപ്പോൾ വിശ്വാസമുള്ളവർ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ കൈപ്പത്തി ഒന്ന് നോക്കി നടുവിരൽ ഏറ്റവും വലുതും രണ്ടാമത്തെ ചൂണ്ടുവിരൽ കുറച്ച് താഴ്ന്ന് മൂന്നാമത്തെ മോതിരവിരൽ അതിലും ചെറുത്, അതായത് 2 വിരലിലും താഴെ നിൽക്കുന്ന വിരലാണ് മോതിരവിരൽ. ഈ ഒരു കൈപ്പത്തിയാണ് നിങ്ങളുടേതാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കൈപ്പത്തിയുള്ളവരാണെങ്കിൽ തൻ്റെ കുടുംബത്തിൽ എന്നും ഒറ്റക്കൊമ്പനായിരിക്കും എന്ന് വെച്ചാൽ എല്ലാവരെയും എതിർത്ത്, അതായത് നല്ല തൻ്റെ ഇടത്തോടെ ആര് പറഞ്ഞാൽ ഒന്നും വക വയ്ക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായമുള്ളവരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ധിക്കാരിയായിട്ടും അഹങ്കാരിയായിട്ടൊക്കെ ഒരു ഒറ്റക്കൊമ്പനൊക്കെ ആയിട്ടാണ് ഇവരെ കുടുംബത്തിൽ നിന്ന് കാണുന്നത്. കുടുംബത്തിലെങ്കിലും വലിയ കാര്യങ്ങളായിട്ടുള്ള സംസാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചില അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയും. അപ്പോൾ ഭൂരിപക്ഷം ആളുകൾക്കും ഇവരെ കുടുംബത്തിലൊക്കെ ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലും അത് അംഗീകരിച്ച് കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവർക്ക്. പല കാഴ്ചപ്പാടുകളും പൊതുവായിട്ട് പറയുന്നത് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് അപ്പോൾ തന്നെ അങ്ങോട്ട് വിചാരിച്ച കാര്യം തന്നെ പറയുന്ന ആളായിരിക്കും. ഉള്ള കാര്യം മുഖം നോക്കാതെ തന്നെ വിളിച്ചു പറയും. അതുകൊണ്ട് തന്നെ പല കാര്യത്തിലും ധിക്കാരി എന്ന പേര് അവർക്ക് ചാർത്തി കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർ പെട്ടെന്നൊന്നും പിണങ്ങുന്നവരല്ല കേട്ടോ. പക്ഷെ പിണങ്ങിക്കഴിഞ്ഞാലോ തിരിച്ച് മിണ്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിൽ നിന്നും ഒരു തവണ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് അതായത് പഴയതുപോലെ ആവാനായിട്ട് വലിയ പാടാണ്. അത് എത്രയൊക്കെ എന്തൊക്കെയെന്ന് വിചാരിച്ചാലും പഴയതുപോലെ ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്വഭാവക്കാർ. ഇവരുടെ ഈ ഒരു സ്വഭാവം എപ്പോഴും ഇങ്ങനെ ചിണുങ്ങുകയും പെട്ടെന്ന് പിണങ്ങുകയൊന്നും അല്ല. പക്ഷേ ഇവർക്ക് ദേഷ്യം വന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാനോ മിണ്ടാനോ അവർ വരില്ല. ഇങ്ങനെയുള്ളവരാണെങ്കിൽ അവരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കുമെന്നതാണ്. അതുപോലെ ഇവർക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ടാവുന്നവരാണ് കേട്ടോ. സ്വന്തം കുടുംബത്തിൽ പോലും ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാൻ വളരെ കൂടുതലാണ് കേട്ടോ. ചിരിച്ചു കൂടെ നിൽക്കുന്നവർ പോലും മിത്രങ്ങളായിരിക്കില്ല. അപ്പോൾ തൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ യൂണിക് സ്റ്റൈലൊക്കെ വേണം എന്നുള്ളവരായിരിക്കും ഇവർ. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്തവരാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇവർക്ക് എപ്പോഴും തൻ്റേതായിട്ടുള്ള ഒരു ശൈലിയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഒത്തിരി ബന്ധുക്കളും കൂട്ടുകാരും ഫ്രണ്ട്സും അങ്ങനെ കമ്പനിയായിട്ടുള്ള ഒന്നും ഒരു കണ്ടാവില്ല. അതല്ല, ചിലപ്പോൾ അന്യ ആളുകളായിരിക്കും ഇവർക്ക് ചിലപ്പോൾ സഹായങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്നത്. അത് ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുകയും ചെയ്യും. ഇവരുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് പൊരുതി വിജയിക്കുന്നവരാണ് ഈ കൂട്ടർ കേട്ടോ. സ്വന്തം പ്രയത്നത്താൽ ജയിച്ച് കയറി വരുന്നവരായിരിക്കും ഈ കൂട്ടർ. അതുപോലെ തന്നെ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് വൃത്തിയായിട്ട് പ്രവൃത്തിയാക്കി തീർത്ത് വരുന്നവരാണ് ഈ കൂട്ടർ. എന്തെങ്കിലും കാട്ടിക്കൂട്ടി പെട്ടെന്ന് ചെയ്ത് തീർക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരല്ല. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഇറങ്ങിയാൽ വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ളവരാണ് അവർ. ഒരു സ്ഥലത്തും തോൽക്കാൻ മനസ്സില്ലാത്തവരും കൂടിയാണ് കേട്ടോ ഇവർ. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഭയങ്കര ഉപകാരികളായിരിക്കും ഇവർ. എന്നത് മാത്രമല്ല, ശത്രു എന്ന് പറഞ്ഞാലും അയ്യോ എന്ന് വിളിച്ചാൽ ആദ്യം അവർ ഓടിയെത്തുന്നത് ഇവർ തന്നെയായിരിക്കും കേട്ടോ. അത്ര നല്ല ഒരു ഇതായിട്ടുള്ളവരായിരിക്കും
ഇങ്ങനെയുള്ളവർ. അപ്പം നിങ്ങളുടെ കൈപ്പത്തി ഇതുപോലത്തെ വിരലുകളാണോ എന്ന് നോക്കുക, നിങ്ങളുടെ സ്വഭാവം ഇതുപോലെയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നടുവിരൽ ഏറ്റവും വലുതും ചൂണ്ടുവിരൽ ഏറ്റവും ചെറുതും മോതിരവിരൽ രണ്ടാമത്തെ വലുതുമായിട്ടുള്ളവരാണ്, ഇതുപോലത്തെ കൈകളാണ് നിങ്ങളുടെയാണതാണെങ്കിൽ ഇതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് അവരുടെ സ്വന്തം കുടുംബം കഴിഞ്ഞ് മറ്റൊന്നും ഉള്ളൂ. അത്ര കുടുംബ സ്നേഹിയാണ് ഇങ്ങനെ കൈയുള്ളവർ കേട്ടോ. അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ജീവന തുല്യം സ്നേഹിക്കുന്നത് സ്വന്തം കുടുംബത്തെയാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോലും ഇഷ്ടപ്പെടാത്തവരാണ്. ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോയാൽ പോലും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തിരിച്ചെത്തണം, ആ വീട് എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരാണ് ഈ കൂട്ടർ. അപ്പം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും ഇവർ. അതുപോലെ തന്നെ മക്കളായിട്ട് നല്ല സുഹൃത്തുക്കളെ പോലെ ഉള്ളവരായിരിക്കും ഇവർ. അത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളെ പോലെ ജീവിക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവർ കേട്ടോ. അതുപോലെ തന്നെ സ്വന്തം കഴിവും കഴിവുകേടും ഏറ്റവും ഉത്തമ ബോധ്യമുള്ളവരായിരിക്കും ഇവർ. എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വയം നല്ല വ്യക്തത ഉള്ളവരായിരിക്കും ഇവർ. കഴിയുന്നതും എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരായിരിക്കും ഇവർ. എത്ര പ്രാരാബ്ധം ഉണ്ടെങ്കിലും ഉള്ളിലൊതുക്കി നടക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ള കൂട്ടർ കേട്ടോ. ഇവർക്ക് അങ്ങനെ അധികം കൂട്ടുകാരോ അങ്ങനെ ആരും അധികം കാണില്ല. ഒരുപാട് കൂട്ടുകാരോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവരായിരിക്കും ഇവർ. കൂട്ടുകാർ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവർ വളരെയധികം ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് മാത്രമാണ് ഒരു കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കാറുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ഇവർ. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൊണ്ടിരിക്കും, എങ്ങനെയായി തീരും. ഇങ്ങനെയുള്ള വിരലുള്ള വ്യക്തികൾക്ക് ചിന്തകൾ വളരെ കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത്. പല രീതിയിലുള്ള ചിന്തകളായിരിക്കും, എപ്പോഴും ചിന്തകളായിരിക്കും. അതുപോലെ തന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ കൊടുത്ത വാക്കില്ല, അത് എത്ര തന്നെ ആയാലും തല പോയാലും മാറ്റാത്തവരാണ് ഇവർ. കാരണം വാക്ക് പാലിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ പോകുന്നവരായിരിക്കും കേട്ടോ ഇവർ. അത്ര നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് പോകാതെ തന്നെ ജീവിതത്തിൽ സംഭവിക്കാനൊക്കെ ഇടവരാറുണ്ട്. ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ ഈശ്വരന് നിരക്കുന്ന രീതിയിൽ ജീവിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും അത് ഈശ്വരൻ നിരക്കുന്നതാവണം. ഒരിക്കലും ഈശ്വരൻ നിരക്കാത്തത് ആയതുകൊണ്ട് തന്നെ അതൊരു തെറ്റിലേക്ക് ചെന്ന് പെടരുതെന്ന് നിർബന്ധമുള്ളവരാണ് ഇവർ. അപ്പോൾ ഈശ്വരന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണ് ഇവർ. അത്ര നല്ല നല്ല വഴിയിലൂടെ നിൽക്കുന്നവരാണ് ഇങ്ങനെയുള്ള വിരലുള്ളവരെന്ന് പറയുന്നത്. അങ്ങനെ കിടക്കുന്ന പണമോ അതുപോലെ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്ക് പണമോ സ്വർണമോ അംഗീകാരമോ ഒക്കെ ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ് ഇവർ. അപ്പോൾ പല രീതിയിലുള്ള പൈസകളൊക്കെ കിട്ടുക എന്നാൽ നേരായ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് ഇവർ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ടെൻഷൻസ് അടിക്കുന്നവരാണ് കേട്ടോ ഈ കൂട്ടർ. ഇവരുടെ മനസ്സ് വൈരാഗ്യ ബുദ്ധിയുള്ളവരാരൊന്നുമല്ല. ചിലർ മനസ്സിൽ വെച്ച് വൈരാഗ്യം ഇങ്ങനെ പ്രതികാരമൊക്കെ മനസ്സിൽ വെച്ച് നടക്കും. അപ്പോൾ ആരിലോടൊരു ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന് അവസാനം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേരില്ലേ. പക്ഷെ ഇവരങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാം ഈശ്വരനിൽ കാണുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ ഉള്ളവരാണ് ഈ കൂട്ടർ. ദ്രോഹിച്ചവരോട് പോലും പലപ്പോഴും ക്ഷമിച്ചു വിടുന്ന ആളാണ് ഈ കൂട്ടർ. ചില ആൾക്കാരുണ്ടല്ലോ പൊങ്ങച്ചൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടാത്തവരാണ് കേട്ടോ ഇവർ. തനിക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ തനിക്ക് അർഹത ഉള്ള ഇടങ്ങളിൽ മാത്രമേ എപ്പോഴും പോവുകയുള്ളൂ. ഒരു വിഷമഘട്ടം വന്നാൽ മനസ്സറിഞ്ഞ് അവിടെ കയറി പെരുമാറാനും സംസാരിക്കാനൊക്കെ, കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊക്കെ എല്ലാം ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. ഇവരുടെ ഒരു സ്വഭാവത്തിൽ നിന്ന് തന്നെ അലിവും ദയവും വളരെ കൂടുതലായിട്ടുള്ളവരാണ് കേട്ടോ ഈ കൂട്ടർ. മനസ്സിൽ ഒന്ന് വെച്ച് പുറമെ വേറെ ഒന്ന് കാണിക്കാൻ അറിയില്ല ഇവർക്ക്. ഇതാണ് ഇത്തരം കൈകളുള്ളവരുടെ ഒരു ഫലം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ കൈകൾ രണ്ടാമത്തെ കൈകൾ ഇതുപോലെയാണെന്ന് നോക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കൈകളിലുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് മൂന്നാമത്തെ കൈയുടെ ഘടന എന്ന് പറയുന്നത് നമ്മുടെ ആ കൈപ്പത്തി ഉണ്ടല്ലോ, അതിൽ നടുവിരൽ ഏറ്റവും വലുതും ബാക്കി രണ്ട് വിരൽ ഒരേ വലിപ്പത്തിലുള്ളതും, അതായത് നടുവിരൽ ഏറ്റവും വലുതുമാണ്, മോതിരവിരലും ചൂണ്ടുവിരലും ഒരേ നീളത്തിൽ വരുന്നതും. ഇത്തരത്തിലാണ് നിങ്ങളുടെ കൈകൾ വെള്ള ആണെങ്കിൽ എന്താണ് ഫലങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ജീവിതത്തിൽ എപ്പോഴും ഇവർ ഒരു യുവത്വം നിലനിർത്തണം എന്ന് വിചാരിക്കുന്നവരാണ്. പലപ്പോഴും ഒരു കുട്ടിത്തം നിലനിർത്തുന്നവരാണ് ഈ ഒരു കൂട്ടർ. ഇവരെയൊക്കെ നമുക്ക് പുറമേ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഗൗരവമുള്ളവരാണെന്നൊക്കെ വിചാരിക്കാം. ഇവരെ അത്ര അറിയുന്നവർക്കും അറിയാം ഇതൊരു കുട്ടിത്തമുള്ളവരായിരിക്കുമെന്ന്. അത്ര നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ ഇവർ ഭയങ്കര സാധനമാണ്, ഭയങ്കര ജാടയാണ് എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണ് ഇവർ. പക്ഷേ ഇവർ അടുത്തറിയുന്നവർക്കൊക്കെ ഇവരോളം മനുഷ്യത്വവും കുട്ടിത്വവും ഒക്കെ വേറെ ആർക്കും തന്നെ കാണില്ലാത്തവരാണ് ഇങ്ങനെയുള്ളവർ. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ സംഭവിച്ചിട്ടുള്ളവരാണ് കേട്ടോ ഈ ഒരു കൂട്ടർ. നമ്മുടെ വീട്ടിലെ കുടുംബക്കാരൊക്കെ ചിന്തിക്കും ഇവനൊന്ന് തീർന്നു, ഇവനൊന്ന് നശിച്ചു പോയി, അവന് ഇനി ഒരു രക്ഷയില്ല, രക്ഷപ്പെടുത്താൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു അവസ്ഥകളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആര് പറയുന്നതും കേൾക്കാതെ ഈശ്വരൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരായിരിക്കും ഇവർ. അതുപോലെ തന്നെ പരാജയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം വല്ലാതെ അങ്ങ് തളർന്നു പോവുകയും പിന്നീട് പരാജയങ്ങൾ ഉൾക്കൊണ്ട് അതിനേക്കാൾ വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്നവരായിരിക്കും ഇവർ കേട്ടോ.
അത്രത്തോളം ജീവിതത്തോട് പടവെട്ടി വിജയിച്ച് വരുന്നവരാണ് ഇവർ. ലോകം ഇവർ വിധി എഴുതി തള്ളിയ ഒരവസ്ഥ ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവിടെ നിന്ന് അവരെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അവർ ഉയർന്ന് പറക്കുമെന്നാണ് അവരുടെ ഒരു സ്വഭാവം വെച്ചിട്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അതുപോലെ പെട്ടെന്ന് കരയുകയും ചെയ്യും കേട്ടോ ഇവർ. ചെറിയ കാര്യങ്ങളൊക്കെ കേട്ടാൽ പോലും അതുപോലെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വരും. ഇങ്ങനെ പല പല ചിന്തകളാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അറിയാതെ തന്നെ ഇങ്ങനെ കണ്ണുനീര് വരും കേട്ടോ. ഇവരൊരു കാര്യം പറയുമ്പോൾ നാവ് കൊണ്ട് പറയുന്നല്ല, ഹൃദയം കൊണ്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. ഈ കൂട്ടർ എന്ത് പറഞ്ഞാലും അത് മനസ്സിൽ തട്ട് പറയുന്നവരാണ് ഇവർ. എല്ലാവരുടെയും പുറകെ നമ്മൾ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാലെ തൂങ്ങി നടക്കുന്നവരുണ്ടാവില്ലേ, അങ്ങനെ അമിത ബഹുമാനം കാണിക്കാനും ഓവറായിട്ട് സംസാരിച്ച് പോകാനൊന്നും ഇവരെ കിട്ടില്ല. ആളറിഞ്ഞ് ബഹുമാനം കൊടുക്കുകയും ആളെ മനസ്സിലാക്കി പെരുമാറുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. ചിലരൊക്കെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് വാലിൽ തൂങ്ങി അമിത സ്വാതന്ത്ര്യമൊക്കെ കാണിച്ച് നടക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഒരു സ്വഭാവമായിരിക്കില്ലല്ലോ, അപ്പോൾ പലർക്കും പല സ്വഭാവമായിരിക്കും. അപ്പോൾ എല്ലാവരും അടുത്ത് പോയിട്ട് എല്ലാവരും പ്രീതിപ്പെടുത്തി പോകാൻ പറ്റില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ളവരാണ് ഇവർ. അതുപോലെ തന്നെ ഇവരുടെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്നാൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ചുമ്മാ ഇരിക്കാനൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. അതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ മനസ്സിലിട്ട് അതിൽ നിന്ന് ശ്രദ്ധ മാറി വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റുന്നവരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുന്നവരാണ് അവർ. അതുപോലെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത് ചില വ്യക്തികൾ ഇവരെ സഹായിച്ചിട്ടുണ്ടെന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ അവസാനം വരെ ചേർത്ത് നിർത്തും എന്നുള്ളവരാണ് കേട്ടോ ഇവർ. അതുപോലെ തന്നെ തികഞ്ഞ അഭിമാനികളായിരിക്കും ഇവർ. അഭിമാനത്തിന് മുറിവേൽക്കുന്ന രീതിയിൽ ഒരു കാര്യത്തിനും നിൽക്കാത്തവരാണ് ഇവർ. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ചതികൾ ഏൽക്കാൻ സാധ്യതയുള്ളവരാണ് കേട്ടോ. ഒത്തിരി ചതികൾ വന്ന് ചേരുന്ന ഒരു പ്രകൃതമാണ് ഇവരുടെ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആൾക്കാർക്കൊക്കെ ഉപകാരം ചെയ്യാൻ പോയിട്ടുണ്ടോ അവരെല്ലാം ശത്രുക്കളായിട്ടുണ്ടാകും കേട്ടോ. അവരുടെ ജീവിതം തന്നെ അവരെ പഠിപ്പിച്ചൊരു വലിയൊരു പാഠമാണ്. ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ശത്രുക്കളായി മാറും എന്നുള്ളൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് മൂന്നാമത്തെ കൈയുടെ ഒരു ഫലം എന്ന് പറയുന്നത്. നമ്മൾ നിങ്ങളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.